ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം വീടുകളിൽ വെള്ളം കയറി പൊറുതിമുട്ടിയ നാട്ടുകാർ കഴുത്തുപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ചു. ആലപ്പുഴ ചേർത്തല പുത്തൻതോട് AS കനാൽ ഭാഗത്തുള്ള 100-ലധികം വീടുകളിലെ മനുഷ്യരാണ് വെള്ളക്കെട്ടുകൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലായത്. MLA P. പ്രസാദിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ ദേശീയപാത അതോറിറ്റിയുടെ വാഹനങ്ങൾ തടഞ്ഞു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. മഴക്കാലമായതോടെ വീടുകളിലെല്ലാം വെള്ളം കയറി. പലവട്ടം പരാതി പറഞ്ഞിട്ടും ദേശീയപാത അതോറിറ്റി നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. അടുക്കളയിലും ശുചിമുറിയിലും അടക്കം മലിനജലം നിറഞ്ഞ് ജീവിതം ദുസ്സഹമായെന്ന് വീട്ടമ്മമാർ പറയുന്നു. 6ഓളം വീടുകൾ ഫുൾ വെള്ളക്കെട്ടിലാണ്. ഞാൻ ഇന്നലെ JCB ഉപയോഗിച്ച് കുറേയൊക്കെ നീക്കം ചെയ്തെങ്കിലും ശാശ്വതമായ പരിഹാരം ആയിട്ടില്ല. മൊത്തം വെള്ളത്തിലാണ്. കൂടുതൽ തോടുകൾ ഇടത്തോടുകളുള്ള വാർഡാണ്. ഈ അടുത്ത 2 മണിക്ക് എൻ്റെ വീട്ടിൽ മൊത്തം വെള്ളത്തിലാവും. മറ്റ് തോടുകളുടെ ഒഴുക്കൊന്നും സുഗമമായി നടക്കുന്നില്ല. കാരണം ഹൈവേയുടെ ബ്ലോക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഹൈവേ പാലത്തിന് സമീപത്തുള്ള തോട്ടിലിറങ്ങി ജനങ്ങൾ കഴുത്തൊപ്പം വെള്ളത്തിലിറങ്ങി നിന്നു. P. പ്രസാദ് MLAയുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ യാർഡിലെത്തി വാഹനങ്ങൾ തടഞ്ഞു. ട്രാഫിക്കിൽ ഒരു മാറ്റം ഉണ്ടാവണം, വണ്ടികൾ വഴിതിരിച്ച് വരണമെങ്കിൽ അതൊക്കെ ചെയ്യാം. 100 കണക്കായ വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഈ മഴയത്ത് ഈ സമരം നടത്തേണ്ടി വരുന്നു. അതിൽ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാകുന്നത് വരെയും ഞങ്ങൾ ഇവിടുന്ന് മാറുകയില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ സമരരംഗത്തിൽ തന്നെ നിൽക്കും. അശാസ്ത്രീയമായി റോഡിന്റെ ഇരുവശങ്ങളിലും സമീപ പ്രദേശത്തെ തോടുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പൈപ്പുകളും പാളികളും പൊളിച്ചു നീക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും ദേശീയപാത അതോറിറ്റിക്കെതിരെ സമാനമായ നിലയിൽ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റി കുറ്റകരമായ അനാസ്ഥ തുടരുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് മലയാളം, ആലപ്പുഴ.